നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാപ്പാണ്. അപ്പം നമ്മൾക്ക് പവർ ബി ഐയിലും മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നത് മാപ്പ് refers to a type of visualization that allows you to plot geographic data on a visual map. അപ്പോൾ വിഷ്വൽ മാപ്പിലും നമുക്ക് ജിയോഗ്രഫിക്കൽ ഡാറ്റ പ്ലോട്ട് ചെയ്യാൻ പറ്റും. enabling users to analyze and compare data across different geographical location. അപ്പം എന്താ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിലുള്ള ഡാറ്റ പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് ടൈപ്സ് ഓഫ് മാപ്പ് പറയുന്നുണ്ട്. ഫീൽഡ് മാപ്പ്, ഷേപ്പ് മാപ്പ്, അഷ്വർ മാപ്പ്, അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് മാപ്പ് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ നോർമൽ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളുടെ പവർ ബി ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ മാപ്പ് എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മാപ്പ് എന്ന് പറയുന്ന ആ പേജ് എടുക്കാം. നെക്സ്റ്റ് നമ്മളുടെ റൈറ്റ് സൈഡിൽ എന്താ മാപ്പിന്റെ ഒരു സിമ്പിൾ കാണാം, അതെടുക്കാം. ഇനി മാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ ചെന്നിട്ട് ഓക്കെ, ഫയല്, ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സിൽ ചെല്ലാം. ഓപ്ഷൻസ്, അതില് സെക്യൂരിറ്റിയില് ഇത് മീൻസ് അൺടിക്ക് ആണെങ്കിൽ അത് ടിക്ക് ചെയ്തിട്ടാ മതി. ഓക്കെ, അപ്പം ഇവിടെ നമ്മളുടെ മാപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ നോക്കാം. റൈറ്റ് സൈഡിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം, ലെജൻഡ്, ലാറ്റിറ്റ്യൂഡ്, അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിലിപ്പം ലൊക്കേഷനും ബബിൾ സൈസും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ കൺട്രി കൊടുക്കാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഡാറ്റയിലുള്ള കൺട്രീസ് വരും. കൺട്രി കൊടുക്കാം. ഇനി ഞാൻ കൊടുക്കുന്നത് ബബിൾ സൈസിലെ ടോട്ടൽ ഓർഡേഴ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഓരോ കൺട്രിയിലും ഉള്ള ടോട്ടൽ ഓർഡേഴ്സ് നമുക്ക് കാണാം. കണ്ടോ, ബബിൾസ് വന്നുണ്ടോ? ഓരോ കൺട്രിയിലും ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കാണിക്കുന്നത് ടോട്ടൽ ഓർഡേഴ്സ് ആണ്. അതിന്റെ സൈസ് അനുസരിച്ചാണ് അത് കൂടിയിരിക്കുന്നത്. ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റിലാകുമ്പോൾ 8700 ഉണ്ട്. ഇവിടെ വരുമ്പോ എന്താ കുറഞ്ഞാണ് വരുന്നത് ടോട്ടൽ ഓർഡേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഫോർമാറ്റിൽ ചെന്നിട്ട് എന്താ ഇതിന്റെ തീം മാറ്റണമെങ്കിൽ, ഇപ്പൊ ഡാർക്ക് തീം ആക്കണമെങ്കിൽ ആക്കാം. അല്ലെങ്കിൽ എന്താ ഈ ബബിൾ സൈസിന്റെ സൈസ് വേറെ ആക്കാം, അല്ലെങ്കിൽ കളർ മാറ്റാം. അതൊക്കെ നമുക്ക് ഈ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പം തീം മാറ്റുന്നത് എങ്ങനെയാന്ന് നോക്കാം. മാപ്പ് സെറ്റിംഗ്സ് എടുക്കാം, സ്റ്റൈല് ഡാർക്ക് ആക്കാം. കണ്ടോ, അതൊരു ഡാർക്ക് തീം ആവും. ഇനി എന്താ ബബിൾസിന്റെ കളർ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ എന്താ ബബിൾസ് എടുക്കാം. സൈസ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. ഓക്കെ, കളേഴ്സ് എടുക്കാം. ഇപ്പം വയലറ്റ് കളർ ആണെങ്കിൽ ആ ഒരു കളർ വരും. എല്ലാം അപ്പൊ നമുക്ക് അങ്ങനെ കളേഴ്സ് മാറ്റാനും പറ്റും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മാപ്പിൽ വരുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം.